എറണാകുളത്ത് വൻ തീപിടുത്തം 2 സ്ഥലങ്ങളിലാണ് ഇതുണ്ടായതെന്ന് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലും പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രിക്കടയിലുമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കേൾക്കാം, അതിനുശേഷം വിശദാംശങ്ങളിലേക്ക് കടക്കാം. അത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഫയർ വന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക് സ്പാർക്ക് വന്നിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തേക്ക് സ്പാർക്ക് വന്നു. അപ്പോൾ അതായത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു ടാസ്ക് ആയിട്ട് വന്നത് പുറത്ത് അകത്തേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം നമുക്കറിയാം ഇവിടെ പരിക്കൊന്നും കാഷ്വാലിറ്റി ഒന്നും ഇല്ല. അത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അവരെല്ലാം എവാക്യുവേറ്റ് ചെയ്തു, അതുകൊണ്ട് കാഷ്വാലിറ്റി ഒന്നുമില്ല. അർച്ചന ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? എറണാകുളം ജില്ലയിൽ 2 ഇടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ആക്രിക്കടയിൽ ഉണ്ടായ സംഭവം, ആ തീപിടുത്തമാണ് ഇച്ചിരി ആഴത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രിയ, കൊച്ചിയുടെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ ഇത്തരത്തിലൊരു വൻ തീപിടുത്തത്തിൻ്റെ വാർത്ത കേട്ടാണ്. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പനമ്പള്ളി സൗത്ത് പാലത്തിലെ ഈ കാണുന്ന ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായത്. വലിയൊരു തീപിടുത്തം തന്നെയാണ് രാവിലെ പുലർച്ചയോടുണ്ടായത്. ആളുകൾ ഉറക്കത്താണ് ഇത്തരത്തിലൊരു സംഭവം അറിയുന്നത്. ആദ്യം ആക്രിക്കടയ്ക്ക് തീപിടിക്കുന്നു, തൊട്ടു പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന 12ഓളം സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി കൂടിയത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. എങ്കിൽ പോലും ഫയർഫോഴ്സ് എത്തി ഉള്ളുകളിലേക്ക് കടന്ന് ഒരു തീ അംശമെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും അണക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് ഉള്ളിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, ഈ ആക്രിക്കടയിൽ പൂർണ്ണമായും ഷീറ്റ് കൊണ്ട് നിറച്ചതാണ്. തിങ്ങി നിറഞ്ഞ സാധനങ്ങളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടടുത്ത് നമുക്ക് കാണാം, ഇതിൻ്റെ വിഷ്വലിൽ നോക്കുകയാണ് കാണാം, തൊട്ടടുത്ത് റൂമുകളാണ്. അപ്പുറത്ത് മെട്രോയുണ്ട്, പാലമുണ്ട്, റെയിൽവേ ഉണ്ട്. ചുറ്റും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ചുറ്റും താമസ സ്ഥലങ്ങളാണ്, വ്യാപാര സ്ഥാപനങ്ങളാണ്. അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ കൊച്ചിയുടെ ഹൃദയ ഭാഗത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിൻ്റെ കാര്യക്ഷമമായ ഇടപെടലാണ് എടുത്തു പറയേണ്ടത്. അവർ 1 മണിക്ക് തന്നെ തീപിടുത്തം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി. അപ്പോൾ തന്നെ ഇതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരുന്നു. തുടർന്ന് കൂടുതൽ യൂണിറ്റുകളെത്തി, ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഏകദേശം 15ഓളം യൂണിറ്റുകളാണ് ഇങ്ങോട്ടേക്ക് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. മണിക്കൂറുകളുടെ പരിശ്രമം തന്നെയാണ് അത്. ഇപ്പോൾ ഇതിനകത്തേക്ക്, അതായത് ആക്രിക്കടയിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ സംഘങ്ങൾ. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ അപ്പോൾ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കാരണം തൊട്ടടുത്തുള്ള വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്, നിരവധി റൂമുകളുണ്ട്. അത്തരത്തിൽ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അപ്പോൾ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ട്രെയിൻ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് 2 മണിക്കൂറോളം ട്രെയിൻ ഇവിടെ പിടിച്ചെടുത്തൊരു സാഹചര്യമുണ്ടായി. പാലത്തിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. അത്തരത്തിൽ കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി എല്ലാം ചെയ്തതിനു ശേഷമാണ് തീ അണക്കലിലേക്ക് കടന്നത്. ഏകദേശം 6 തൊഴിലാളികൾ, അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ആക്രിക്കടയ്ക്കുള്ളിലുണ്ടായിരുന്നു. അവരെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. അവർക്ക് യാതൊരു പരിക്കുകളുമില്ലാതെ അവരും രക്ഷപ്പെട്ടു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വലിയ ദുരന്തം, അത് തലനാരിക്ക് ഒഴിവായി എന്ന് വേണം ഇത് സംബന്ധിച്ച് പറയാൻ. കാരണം ആർക്കും ഇത്തരത്തിൽ ആളപായമില്ല. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. 1 മണി, അതായത് ആളുകളെല്ലാം തന്നെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടന ശബ്ദം അവർ കേൾക്കുന്നത്. അപ്പോൾ തന്നെ അവർ പല സ്റ്റേഷനുകളായി വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടടുത്ത്, അതായത് ഈ ആക്രിക്കട പ്രവർത്തിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നത്. തൊട്ടടുങ്ങളിലായി നിരവധി ഹോം സ്റ്റേകളുണ്ട്. അത്തരത്തിൽ ഈ ആക്രിക്കടയ്ക്ക് ചുറ്റുമായി ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളാണ്. അതായത് തിങ്ങി നിറഞ്ഞ ഇത്തരത്തിൽ വീടുകളും അതുപോലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം സംബന്ധിച്ച് എന്താണ് കൃത്യമായ കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഇതിനുള്ളിലേക്ക്, അതായത് പൂർണ്ണമായും തീ അണച്ചതിന് ശേഷം ഉള്ളിലേക്ക് കടന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്താണ് ഈ തീപിടുത്തത്തിൻ്റെ കാരണത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ പ്രാഥമികമായി സംഘങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി നിഗമനം. അതിൽ ഉള്ളിൽ കയറി പരിശോധിച്ച ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരും. എന്തായാലും നിരവധി സാധനങ്ങൾ ഇതിനുള്ളിൽ അകത്തുണ്ടായിരുന്നു. അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ, ആക്രി സാധനങ്ങൾ ഈ ഇതിനുള്ളിലുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെയാണ് ഇപ്പോൾ തീ പിടിച്ചത്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള അവസാനഘട്ട സംഘങ്ങൾ, നിരവധി ഫയർഫോഴ്സുകൾ, അതായത് 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണച്ചത്. ഇപ്പോൾ എങ്ങനെയാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നത്? നിലവിലിപ്പോൾ കൺട്രോളാണ്. നമ്മൾ റീഇഗ്നീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അറിയാലോ, പ്ലാസ്റ്റിക്കും മറ്റേ അസംസ്കൃത പേപ്പേഴ്സും ഉണ്ട്, പഴയ സ്ക്രാപ്പ് പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കിടന്നിട്ട് വീണ്ടും കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ JCB വെച്ചുകൊണ്ട് അതിനെ മറിച്ചിട്ട് ഫോം അടിച്ചിട്ട് കിടത്തുകയാണ്. ഒരു അപകടമാണല്ലോ. വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. നമുക്ക് തൊട്ടടുത്ത് തന്നെ 2 ലോഡ്ജുകളുണ്ട്. ആ ലോഡ്ജിലുള്ള ആൾക്കാരെല്ലാം എവാക്യുവേറ്റ് ചെയ്തു. ലോഡ്ജിലേക്ക് തീപിടുത്തം ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിച്ചു. എന്താണ് ഇതിൻ്റെ പ്രാഥമികമായ എന്തെങ്കിലും നിഗമനം? എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് പ്രാഥമികമായ നിഗമനം? പ്രാഥമികമായിട്ട് അത് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ആ ഭാഗത്തു നിന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി.
ഫയർ വന്നിട്ടാണ് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് ഫയർ സ്പ്രെഡായി. അപ്പോൾ അങ്ങനെയാണ് ഇനിഷ്യൽ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിച്ചത്. തിങ്ങി നിറഞ്ഞ സ്ഥലത്താണ് ഈ ആക്രിക്കട പ്രവർത്തിക്കുന്നത്. ഇത് ലൈസൻസുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചു? അതായത് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്നത് LSGയുടെ നോംസ് പ്രകാരം ഫയർ സിസ്റ്റം ചെയ്യണമെന്നാണ്. അത് പുതിയ നോംസാണ്. ഫയർ സിസ്റ്റം ചെയ്താൽ മാത്രമേ പുതുതായിട്ട് നമ്മൾ അനുമതി കൊടുക്കുന്നുള്ളൂ. നിലവിലുള്ള സ്ഥാപനങ്ങൾ അവർ സ്ഥാപന മേധാവികൾ സ്വയമേ ചെയ്യണമെന്നാണ്. നിലവിൽ ഈ ഒരു സ്ഥാപനത്തിന് അങ്ങനെ ഒരു സിസ്റ്റം കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഫയർ ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അനാസ്ഥയാണ്. അത് അനാസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഇതിൽ കൺട്രോൾ ആയിട്ടുണ്ട്.